ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ കൊല്ലം കോടതിയിൽ ഇന്ന് പരിഗണിക്കാനിരിക്കെ ഇപ്പോൾ PS പ്രശാന്തിനെയും അതോടൊപ്പം തന്നെ അജികുമാറിനെയും കോടതി വളപ്പിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കസ്റ്റഡി അപേക്ഷ വിജിലൻസ് കോടതി ഇന്നിപ്പോൾ പരിഗണിക്കാനിരിക്കെ രണ്ടുപേരെയും PS പ്രശാന്ത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പ്രശാന്തിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാർ എന്നിവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്ന വേളയിലാണ് ബോർഡിന്റെ മുൻ അധ്യക്ഷൻ PS പ്രശാന്തിനെ ഒരാഴ്ച മുമ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കസ്റ്റഡിയിലെടുത്തത്. അന്ന് തന്നെ അജികുമാറിനെയും കായംകുളത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇരുവരെയും വിശദമായ ചോദ്യം ചെയ്യലിനായി SITയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടണം എന്നതാണ് SIT കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇരുവരെയും കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ വളരെ വിശദമായുള്ള ചോദ്യം ചെയ്യലിന് PS പ്രശാന്തും അജികുമാറും വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. 2019 ശബരിമല ക്ഷേത്രത്തിൽ നടന്ന വലിയ കൊള്ള മറയ്ക്കുവാനാണ് 2025 വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അഴിച്ചുകൊണ്ട് പോയത് എന്നതാണ് SITയുടെ കണ്ടെത്തൽ. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അങ്ങനെ 2019 വലിയ കൊള്ള മറയ്ക്കുവാൻ 2025 വീണ്ടും സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകാൻ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തും അന്നത്തെ ബോർഡ് അംഗം അജികുമാറും തയ്യാറായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മനോജ് കോടതി വളപ്പിൽ നിന്നും ചേരുകയാണ്. മനോജ്, ഇരുവരെയും കോടതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാരംഭിക്കും കോടതി നടപടികൾ? ഗൗതം, PS പ്രശാന്തിനെയും അജികുമാറിനെയും ഇപ്പോൾ വിജിലൻസ് കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ, അതായത് 11 മണിക്കാണ് കോടതി SIT തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് SIT കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് പ്രതികളെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിടുക. ഇന്ന് കൊല്ലത്ത് വെച്ചായിരിക്കും ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. ഇവരിലൂടെ തന്നെ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ PS പ്രശാന്തിൽ നിന്നും അതോടൊപ്പം തന്നെ അജികുമാറിൽ നിന്നും ലഭിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചായിരിക്കും ഇനിയുള്ള SITയുടെ നടപടിക്രമങ്ങൾ. എന്തായാലും SITയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, SIT തലവൻ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കോടതിയിലെ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വലിയൊരു പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഇവരെ വലിയ വാഹനത്തിലാണ് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഇനി മറ്റ് നടപടിക്രമങ്ങൾ കൂടെ പൂർത്തിയാക്കാനുണ്ട്. കോടതിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വൈദ്യപരിശോധനയ്ക്ക് പോകണം. അത് കഴിഞ്ഞ ശേഷമാകും പോലീസ് ക്ലബിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച ചോദ്യം ചെയ്യുക. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുക. എന്തായാലും 2025 സ്വർണ്ണക്കവർച്ച മൂടിവെക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. 2025 ഈ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇതിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ SITയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഈ താങ്ങുപീഠങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങുപീഠങ്ങളിലെ സ്വർണത്തിൻ്റെ കുറവടക്കം SIT കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ PS പ്രശാന്തിൻ്റെ വാദം പൊളിയുന്നതാണ് ചിലതൊക്കെയും. അറസ്റ്റിലാകുന്നതിന് മുമ്പ് മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് ഫേസ്ബുക്കിലടക്കം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതായത് ദ്വാരപാലക ശില്പപാളികൾ തിരികെ എത്തിച്ചപ്പോൾ സ്വർണത്തിൻ്റെ ഗ്രാം കൂടുതലായിരുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. എന്തായാലും SITയുടെ കൂടുതൽ കണ്ടെത്തലുകൾ അതോടൊപ്പം തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി നടപടികളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും ഏത് തരത്തിലാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2025 ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത്. അതിൽ ഈ ദ്വാരപാലക ശില്പപാളികളടക്കം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് സ്പെഷ്യൽ കമ്മീഷണറെയോ അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിനെയോ കൃത്യമായി അറിയിച്ചിരുന്നില്ല. പിന്നീട് അതിനുശേഷം ഈ ദേവസ്വം സെക്രട്ടറി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച മാപ്പപേക്ഷ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അത് മാപ്പപേക്ഷ കൊടുത്തത് കൊണ്ട് മാത്രം ഒതുങ്ങില്ല എന്നുള്ളതാണ്. SIT കണ്ടെത്തിയിട്ടുള്ളത് അതിന് പിന്നിലൊരു ദുരൂഹതയുണ്ട് എന്നതാണ്. അതിനനുസരിച്ചാണ് SIT ഇവരിലേക്ക് എത്തുന്നത്, ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 23-ാം തീയതി അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്ത പ്രതികളെയാണ് ഇന്ന് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ കൊല്ലം ജില്ലയിൽ വെച്ച് തന്നെയാകും ചോദ്യം ചെയ്യൽ. ഗൗതം. ഓക്കെ മനോജ്, എന്തായാലും കോടതി നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. SITയുടെ കസ്റ്റഡി അപേക്ഷയാണ് കൊല്ലത്തെ വിജിലൻസ് കോടതി അല്പസമയത്തിനകം പരിഗണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കോടതിയിലേക്ക് PS പ്രശാന്തിനെയും അജികുമാറിനെയും എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മനോജ് കൊല്ലം വിജിലൻസ് കോടതിക്ക് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.